2011 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അതിലെ വിദഗ്ധ സമിതി അംഗമായിരുന്ന ജസ്റ്റിസ് CS രാജന്റെ കാലൊന്ന് മുറിഞ്ഞു, ചോര പൊടിഞ്ഞു. അതോടെ അന്നത്തെ പരിശോധനാ സംഘം മുഴുവൻ ആ പരിശോധന നിർത്തിവെച്ചിട്ട് സ്ഥലം കലിയേക്കി. വീണ്ടും ഇതാ ക്ഷേത്ര ഭരണസമിതിയിലെ ചിലർ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറിലുള്ളതിനേക്കാൾ സ്വർണവും പണ്ടവും അമൂല്യ രത്നങ്ങളും ഒക്കെ ബി നിലവറിൽ ഉണ്ടെന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഇറങ്ങിയ പിന്നാലെയാണ് ഒരു സംഘം ഭരണസമിതി അംഗങ്ങൾ ബി നിലവറ അടിയന്തരമായി തുറന്നു കാണണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാധ്യമങ്ങളിൽ വാർത്തകളിൽ മുന്നിൽ വന്നിരിക്കുക ബി നിലവറിലുള്ള ആഭരണങ്ങൾ എന്തൊക്കെയാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വാതോരാതെ വിശദീകരിക്കുക, ഇതൊക്കെയാണ് ഈ വിദ്വാൻമാരുടെ മനസ്സിലിരിപ്പ്. ഇക്കാര്യത്തിൽ പക്ഷേ തന്ത്രിമാരുടെ അനുമതി തേടണമെന്നാണ് രാജകുടുംബത്തിനെ പ്രതിനിധി ശക്തമായി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി ഉപദേശക സമിതി സംയുക്ത യോഗത്തിലാണ് ചില അംഗങ്ങൾ എത്രയും പെട്ടെന്ന് ബി നിലവറ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടത്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. എന്നാൽ തന്ത്രി യോഗത്തിൽ പങ്കെടുത്തില്ല. ഭരണസമിതി തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു നേരത്തെ സുപ്രീം കോടതിയുടെ വിധി. നിലവിലെ വിഷയത്തിൽ ചർച്ചകളും കൂടിയാലോചനയും ഒക്കെ നടന്നു വരികയാണ്. നിലവറ തുറന്നപ്പോൾ അന്ന് കണ്ടെത്തിയത് കണ്ണഞ്ചിപ്പിക്കുന്ന നിധിശേഖരമായിരുന്നു. എയിൽ നിന്ന് കിട്ടിയതിന്റെ 10 മടങ്ങ് ശേഖരം ബി നിലവറിൽ ഉണ്ടെന്നാണ് അന്നേ പറഞ്ഞു കേട്ടത്. അന്നേ അഭ്യൂഹങ്ങൾ അങ്ങനെയായിരുന്നു. അന്ന് നിലവറ തുറന്നപ്പോൾ ആ വിദഗ്ധ സമിതിയിൽ അംഗമായിരുന്ന മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ IAS മാധ്യമങ്ങളോട് താൻ കണ്ട സ്വർണശേഖരം അതിശയോക്തി ഒന്നുമില്ലാതെ വിവരിച്ചിരുന്നു. അതോടെ എല്ലാവരുടെയും ആഗ്രഹം ഒടുങ്ങി എന്നാണ് കരുതിയത്. പക്ഷെ തീർന്നില്ല. അന്ന് K ജയകുമാർ IAS പറഞ്ഞത് നിലവറിൽ താൻ കണ്ടത് സ്വർണ്ണ ചങ്ങലകൾ, സ്വർണ്ണ കയറുകൾ, മരതകവും പവിഴവും വജ്രവും ഒക്കെ കൊണ്ടുണ്ടാക്കിയ സ്വർണ്ണ പൂങ്കുലകൾ, ഉരുളികൾ, സ്വർണത്തിലുണ്ടാക്കിയ വാഴക്കുലകൾ എന്നിങ്ങനെയാണ്. ശ്രീ പത്മനാഭന് തിരുവിതാംകൂർ രാജാക്കന്മാർ കാലാകാലങ്ങളായി സമർപ്പിച്ചു വന്ന കാഴ്ച വസ്തുക്കളായിരുന്നു ഇവ. ഇത് ബി നിലവറയെ പറ്റിച്ചുള്ള നിരവധി ഐതിഹ്യങ്ങളും കേട്ടുകേൾവികളുമാണ്. കാവലായി പാമ്പുകളുണ്ടത്രേ. 2ലേറെ തട്ടിലാണ് നിലവറ കിടക്കുന്നത്. തുരങ്കപാത നേരെ ശംഖുമുഖത്തേക്ക് രക്ഷപ്പെടാനുള്ള തുരങ്കപാതയും ഉണ്ടത്രേ. ഇങ്ങനെ അഭ്യൂഹങ്ങൾ നീളുന്നു. 2 വട്ടം തുറന്നു എന്ന് സുപ്രീം കോടതി നിയോഗിച്ച ഓഡിറ്റർ വിനോദ് റായ് റിപ്പോർട്ട് ചെയ്ത് തുറന്നാണ്. എന്നാൽ പിന്നെ ബി നിലവറ തുറക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ച ബി നിലവറിലേക്ക് വീണ്ടും എത്തുകയാണ്. മുറജപവും വിഗ്രഹത്തിലെ അറ്റകുറ്റപ്പണിയും ഒക്കെ ചർച്ച ചെയ്യാനായിരുന്നു ഭരണസമിതി ഉപദേശക സമിതിയുടെ സംയുക്ത യോഗം. യോഗത്തിൽ രാജകുടുംബത്തിന്റെ പ്രതിനിധിയാണ് ഉണ്ടായിരുന്നത്. ആദിത്യവർമ്മയായിരുന്നു. തുറക്കൽ ആചാരപരമായ കാര്യമായതിനാൽ തന്ത്രിയുടെ അഭിപ്രായം കൂടി തേടണമെന്ന് അദ്ദേഹം ശക്തമായ നിലപാടെടുത്തു. ആചാര പ്രശ്നം ഉയർത്തിയാണ് തുടക്കം മുതലേ ബി നിലവറ തുറക്കുന്നതിനെ രാജകുടുംബാംഗം എതിർത്തത്. അന്വർത്ഥങ്ങൾ ഉണ്ടാകുമെന്ന് പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ വിശ്വാസത്തെ ബലി കഴിക്കാനോ ആർക്കും അടിയറ വയ്ക്കാനോ തയ്യാറില്ലെന്നാണ് രാജകുടുംബത്തിന്റെ അന്നത്തെയും ഇന്നത്തെയും ശക്തമായ നിലപാട്. എന്തായാലും അധികാരമില്ലെങ്കിലും തിരുവിതാംകൂർ രാജകുടുംബത്തിന് തന്നെയാണ് ക്ഷേത്രത്തിന്റെ ചുമതലയെന്ന് അടുത്തിടെ സുപ്രീം കോടതി വിധിയും പുറപ്പെടുവിച്ചിരുന്നു. തന്ത്രിമാരുടെ നിലപാട് അറിഞ്ഞ ശേഷം വീണ്ടും ഭരണസമിതി ചർച്ചയും അതിനുശേഷമാകും എപ്പോൾ ബി നിലവറ തുറക്കണം, തുറക്കേണ്ടി വന്നാൽ അത് എങ്ങനെ തുറക്കണമെന്ന കാര്യത്തിൽ തീരുമാനമാകുക. 2011 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ക്ഷേത്രത്തിലെ എല്ലാ നിലവറയും തുറന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച